ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 12. അക്കാലത്ത് ഫരിസേയർ അവിടെ നിന്ന് പോയി യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ആലോചന നടത്തി. ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെല്ലാവരെയും അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവരോട് കൽപ്പിച്ചു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് സംഭവിച്ചത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയില്ല. തെരുവീഥിയിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങളെ ഒടിക്കുകയില്ല, പുകഞ്ഞ തീ കെടുത്തുകയുമില്ല. അവന്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദൗത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുവാൻ, വിശ്വസ്തയോടുകൂടി അത് പൂർത്തിയാക്കുവാൻ അവിടുന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെടുകയും ആ ദൗത്യം ഏറ്റവും മനോഹരമായി നിർവഹിക്കുകയും ചെയ്തു. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠമുണ്ട്. അതായത്, യേശുവിനെ അനുഗമിച്ചവർക്കെല്ലാം സൗഖ്യവും ആശ്വാസം ലഭിക്കുന്നു. എന്നാൽ യേശുവിനെ തിരസ്കരിക്കുന്നവർ സങ്കടത്തിലാകുന്നു. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് ആശ്വാസത്തിന് അർഹതയുണ്ട്, സൗഖ്യത്തിന് അർഹതയുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് അവന്റെ കൃപയിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സങ്കടകരമായി പോകും. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴും രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോഴും യേശു പറയുന്നത് ആരോടും പറയരുത് എന്നാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചെറിയൊരു പ്രവൃത്തി പോലും എല്ലാവരെയും അറിയിക്കുവാൻ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുവാൻ, എല്ലാവരുടെയും പ്രോത്സാഹനവും മഹത്വവും സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ലോകമാണ്. സമൂഹ മാധ്യമത്തിന്റെ കാലമാണല്ലോ ഇന്ന്. ഒരു ചെറിയ സൽപ്രവൃത്തി ചെയ്താൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സമൂഹം. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും മറ്റുള്ളവർ കാണണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു സമൂഹം. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാൻ, അംഗീകരിക്കപ്പെടുവാൻ, മറ്റുള്ളവരുടെ പ്രോത്സാഹന വാക്കുകൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം. അവിടെ ക്രിസ്തു വെല്ലുവിളിയാകുന്നു. യേശു പറയുന്നു, ആരോടും പറയരുത്, ഇതാരും അറിയരുത്. നോക്കൂ, നാം ചെയ്യുന്ന ചെറുപ്രവൃത്തികൾ പോലെയല്ല യേശു ചെയ്ത പ്രവൃത്തികൾ. അവിടുന്ന് അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ അവരോട് പറഞ്ഞു, നീ ആരോടും പറയരുത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയും മോശയുടെ നിയമമനുസരിച്ചുള്ള കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക. ബാലികയെ കൈക്ക് പിടിച്ച് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ക്ഷണിച്ച ശേഷം ആ മാതാപിതാക്കളോടും യേശു പറയുന്നുണ്ട്, നിങ്ങളിത് ആരോടും പറയരുത്. നോക്കൂ, ഇത്ര വലിയ വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ശേഷം യേശു ആരാലും അറിയപ്പെടാതെ നിശബ്ദനായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ആത്മീയതയുടെ ബലമാകണം നമുക്കും. നാം ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തിയും പിതാവായ ദൈവം കാണുന്നു.
അതുകൊണ്ടാകാം ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതേ പ്രിയ ദൈവമക്കളെ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കപ്പുറം നാം ചെയ്ത പ്രവൃത്തിയുടെ മനോഭാവം അറിയുന്ന ദൈവം. അവിടെയാണ് നമുക്ക് പ്രതിഫലവും നന്മയും കൃപാവരങ്ങളും ലഭ്യമാവുക. ക്രിസ്തു സമൂഹമധ്യേ തിരസ്കരിക്കപ്പെടുകയും ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രവൃത്തികളാൽ യേശു രഹസ്യമായി നന്മ ചെയ്ത് കടന്നു പോകേണ്ട സാഹചര്യവും ഉണ്ടായി. എന്നാൽ അവിടെയൊന്നും യേശു അടിപതരാതെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരമായി കാണണം. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണണം. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിമാനപൂർവമായ അടയാളമായി കാണണം. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ക്രിസ്തുവെന്ന ഏക നാമവും ഏക വ്യക്തിത്വവും മാത്രം മതിയാകും. അവിടെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ബലവും ശക്തിയും സ്വന്തമാവുക തന്നെ ചെയ്യും. ഈ വിശുദ്ധ പ്രഭാതത്തിൽ നമുക്കും നിറഞ്ഞ സ്നേഹത്തോടെ ദൈവഹിതം നിറവേറ്റുവാൻ തിരസ്കരണങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കേണ്ടി വരുമ്പോൾ തകർന്നു പോകാതെ ദൈവഹിതം നിറവേറ്റി മുന്നോട്ട് പോകാൻ വേണ്ട ആത്മീയ ഊർജം നൽകണമേ എന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.